തുള്ളാൻ വായോ സ്വർണ്ണക്കടയിൽ ഇറങ്ങി വന്നതാ. എനിക്കൊരു പാട്ട് ഓർമ്മ. ഈ പാട്ടായിരുന്നോ? തുമ്പി തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെ കാക്കപ്പുള്ളിയുള്ള നിൻ കവിൽ നുള്ളി നോക്കട്ടെ, ഒന്നു നുള്ളി നോക്കട്ടെ. ചേച്ചി പറ്റിയാണോ? അറിയില്ല. ആർക്കായി പാട്ട് പാടി കൊടുത്തേ? റിമി ചേച്ചിക്ക്. റൊമാൻറ്റിക് ആ കവള് നുള്ളി എടുക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ ജിമ്മിന് പോയി കവളി തിരിയുള്ളൂ. ഇത്ര മതി എനിക്ക്. നല്ല കവി. അങ്ങനെ റിമിയുടെ കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി എന്റെ ചൊടിയിൽ വിടരും അഴകിനലകൾ മധുനുകരും. അയ്യടാ നന്നായിരിക്കുന്നു. ഞാൻ ആക്ഷനെ കൊടുത്തിട്ടുള്ളൂ. ആക്ഷനുള്ളൂ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു ഉള്ളി ആക്ഷൻ. അതെന്റെ അഭിനയായിരുന്നു. ഞാനും ആക്ഷനുള്ളേ തൊട്ടിട്ടില്ല. ഇത് ഞാൻ തന്നെയായിരുന്നു എല്ലാം. അഭിനയവും മറ്റേ അടിക്കലും കറങ്ങിയിരിക്കലും എല്ലാം. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് മറന്നു. ഒരു അമ്മായിയമ്മയുടെ പാട്ടാണ്. അമ്മായിയമ്മയുടെ പാട്ടോ? ഒരു അമ്മായിയമ്മയുടെ പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്. അയ്യോ അമ്മാവി വിരുന്ന് വന്നപ്പോൾ. ഏത് സിനിമ അറിയാവോ? സിനിമ മുഹൂർത്തം 11:30. മുഹൂർത്തം 11:30. ഓ ഓക്കെ. പിന്നെ റിലിക്സ് പൂവച്ച ഖാദർ അല്ല പൂവച്ചൽ ഖാദർ. പിന്നെ മ്യൂസിക് ശ്യാമങ്കിൾ. പിന്നെ പാടിയത് വാണിജ്യറാം അമ്മയും കൃഷ്ണ അങ്കിളും കൃഷ്ണചന്ദ്രൻ അങ്കിളും. പിന്നെ ഇപ്പൊ പാടാൻ പോകുന്നത് മിസ്റ്റി മോളും. ഹൈലൈറ്റ്. സെൽഫ് പ്രൊമോഷൻ. ഇത് കൊള്ളാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. കൈ എവിടെ പോയി? അതല്ല പാട്ടിലെ കൈ. പാട്ടിലെ കൈ മറന്നുപോയി. ആണോ? താരക്കുട്ടിക്ക് അങ്ങനെ സംഭവിക്കാത്തതാണല്ലോ. സംഗതികളൊക്കെ കയ്യിൽ നിന്ന് വരാറ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഗം നിറമാലകൾ മണിമാലകൾ വിരിമാറിൽ ചാർത്തും തിരുനാമ പുലരിവാഴും ശ്രീകൃഷ്ണദേവ്. അത് അന്ന് കേക്കട്ടെ. നിറമാലകൾ മണിമാലകൾ വിരിമാറിൽ ചാർത്തും തിരുനാമ പുലരിവാഴും ഹരികൃഷ്ണനു ദീപം. തിരുനാമ പുലരിവാഴും ഹരികൃഷ്ണനു ദീപം. ഇതിനേക്കാളും രസമായിരുന്നു ടേക്കില്. പാൽക്കണ്ണെഴുതിയൊക്കെ അറിയാണ്ട് ഇങ്ങനെ വരുന്നു അല്ലേ? കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും കളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയാ എന്നൊരു പാടിയേ. സംശയമുണ്ടോ? ഇതെന്റെ ഒറിജിനൽ മുടിയാണ് കേട്ടോ. ഇതിൽ ഒരു എണ്ണം പോലും വാർമുടി. ചുമ്മാ പറഞ്ഞതാണ്. അല്ല എനിക്കൊരു ക്ലിയർ ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇത് എന്റെ സ്വന്തം. പുലിയുടെ അടുത്ത് കട്ട് ചെയ്താണെന്ന് തോന്നുന്നല്ലേ? ഒരു കളർ ചേഞ്ച് അല്ലേ? പുലിയോ സിംഹമോ? വാർമുടി പുലയുകയാ മംഗലപാലയിൽ ഗന്ധർവനോടണയുകയാ. ഞാനും അച്ഛനും സൂയിൽ പോയിരുന്നു. അപ്പൊ ഞാൻ കോബ്രനെ കണ്ടു. അപ്പൊ നിങ്ങൾ പോയായിരുന്നു അവിടെ? ഇവിടെ ഷൂട്ടുള്ളപ്പോ നിങ്ങൾ എപ്പോ പോയി അവിടെ? ഇത് കിങ് കോബ്ര. അത് നമുക്ക് ഇവിടുന്ന് ലീവ് കിട്ടുമ്പോ പോയപ്പോ ഞാൻ കോബ്രനെ കണ്ടു. അതിന്റെ കണ്ണും മൂക്കൊക്കെ. താരക്കുട്ടി എന്തിനാ കണ്ടേ? കോബ്രയെ കണ്ടു. താരക്കുട്ടി അച്ഛനും കൂടി ദേ കണ്ടോ ഒരു കോബ്ര. നോക്കോ.
ഇതാര് ശിവനോ? അല്ല ഇത് എത്ര വർഷം മുമ്പത്തെയാ? ഇതൊരു 6 കൊല്ലായി കാണും. അങ്ങനെ ഇതിന് ശേഷം 1 വർഷം മധുചേട്ടനെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ചികിത്സയെല്ലാം കഴിഞ്ഞ് കരിനീല കണ്ണനായിട്ട് കിടക്കണ്ട. ഇതിന് ശേഷമാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് 1 വർഷം ഗ്യാപ്പ് എടുത്തത്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.